പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്തിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവര്, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവര്, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാറുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടഭൃത്യ, നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീയും അവനോട് ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? അർഹത നഷ്ടപ്പെടുത്തി കണ്ട ഒരാൾ. ആ വചനെടുത്തേ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. മത്തായി 18-23 വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചു 10,000 താലന്ത് കടപ്പെട്ടു. 10,000 താലന്ത് കടപ്പെടുന്ന ഒരുവൻ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു. അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണം, എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും അപ്പോൾ അവന് കടം ഇളച്ചു കിട്ടി, അർഹത കിട്ടി. അടുത്ത വചനം എന്താ? അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ അർഹത ഇവൻ കളയുന്നുണ്ട് പിന്നീട്. അതാണ് വിഷയം. ഓക്കെ, അർഹത പലർക്കും കിട്ടും, പക്ഷെ കൈയിരിപ്പ് കാരണം അർഹത അവർ കളഞ്ഞെടുക്കും. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാൻ, അത് നിസ്സാര കാശാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവകൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. മറ്റേ താലന്താണ് 10,000 സ്വർണമാണ്, ഇത് വെള്ളി നാണയമാണിത്. 10 വില കുറവാണ്, 100 വെള്ളി നാണയം. അത് തരാത്തവന്റെ കഴുത്തിന് ഇവൻ ഈ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവനെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇളച്ച് കിട്ടിയവൻ 100 വെള്ളി നാണയക്കാരൻ എൻ്റെ കടക്കാരെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ച്. അപ്പോൾ ഈ കയ്യിരിപ്പാണേ. അപ്പോഴുടനെ മറ്റുള്ളവർ വന്ന് രാജാവിനോട് പറയും, നമ്മൾ അങ്ങ് സമക്ഷത്തുനിന്ന് ദയവുണ്ടായി അവൻ്റെ 10,000 താലന്ത് ഇളച്ച് കിട്ടില്ലേ? അതെ, കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് 100 വെള്ളി നാണയം തരാനുണ്ടായിരുന്നു, അവൻ്റെ കഴുത്ത് ഞെരിച്ചെന്ന് പറയും. അപ്പോൾ രാജാവ് അലറും, ദുഷ്ടഭൃത്യ, കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എന്താ പിന്നെ അടുത്ത ഭാഗം വായിച്ചേ? മത്തായി 18:32-33. അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു. അതവിടെയാണ് വിഷയം. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ല. അപ്പൊ കരുണ ഒരു വിഷയമാണ്. നമ്മൾ കൈപ്പറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരോടും കരുണ കൊടുക്കണം. നമ്മളെല്ലാവരോടും കരുണ വാങ്ങിക്കും. നമ്മുടെ മേലാളന്മാർക്കെല്ലാം കരുണ കൈപ്പറ്റും, കീഴാളന്മാർക്ക് നമ്മൾ കരുണ കൊടുക്കത്തില്ല, താഴെയുള്ളവരുടെ കൂടെ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇവനെന്ത് ചെയ്യുന്ന, ഇവൻ ആദ്യം കരുണ കിട്ടി, ആ 10,000 താന്ന് ഇളച്ച് കിട്ടിയവൻ അവന് ഉള്ളത് കൂടി പോയി. അർഹത കിട്ടിയവൻ അർഹത നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് പണ്ട് ഇതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് ഓർക്കണം.
നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം അർഹത നഷ്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും. നമുക്കതിൽ നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന വിഷയം വരുമ്പോഴേ നമ്മൾ കുറേ വചനം മറന്നു പോകും, പിന്നെ പള്ളി മറക്കും. എനിക്ക് ഏറ്റവും ദേഷ്യം ഈ ദിവസം കുർബാന കാണുന്നവരെ. അപ്പം നിങ്ങളോർക്കും ജോസഫ് അച്ഛൻ പിന്നെ അതല്ലേ പറയണത്, എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്ന്. എല്ലാ ദിവസവും കുർബാനക്ക് പോകണം, കുർബാന സ്വീകരിക്കുകയും വേണം. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകണം. ഞാൻ ഈ നാട്ടുപുറങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി കുർബാന, ഞാൻ എത്രയോ പള്ളികളിൽ ഇരുന്ന ആളാണ്. അയ്യോ, എനിക്ക് ഈ ഓസ്തി മുറിച്ച് കപ്പേരുണ്ടല്ലോ, കപ്പേര് അവിടെ നിന്ന് ഒരു മെഷീൻ എടുത്തിട്ട് ഈ ഓസ്തി എല്ലാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓസ്തി, ചെറിയ ഓസ്തി, ഒരു വലിയ ഓസ്തിയാണ് നമുക്ക് കിട്ടണത്. അതിൽ നിന്ന് ചെറുതും വലുതുമൊക്കെ വെട്ടിയെടുക്കണം, വലുതിനെ വെട്ടിയെടുക്കണം, പിന്നെ ചെറിയ ബാക്കിയുള്ളതാണ് നമ്മൾ ചെറിയ ഓസ്തി ഉണ്ടാക്കിയിട്ട് കപ്പേര് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും വരും ദേഷ്യവും വരും. എന്താണ്, എത്രയോ കാപട്യം പിടിച്ച ആൾക്കാരുടെ ഉള്ളിൽ കർത്താവ് ചെന്നടങ്ങേണ്ട സംഭവമാണിത്. അത് ഭയങ്കര സങ്കടകരമായി. ഇന്നത്തെ സഭയിൽ ഏറ്റവും സങ്കടകരമായ ആൾക്കാർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്, ദിവസം കുർബാന സ്വീകരിക്കുന്നവർ. അവർ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആ പണി വരുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്താണ് പാനം ചെയ്യണത്, ഭക്ഷിക്കണമെന്ന്. ബൈബിൾ പറയണത് ശിക്ഷാവിധി എന്നാ പറയണത്. ആ വചനെടുത്തേ, 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ശിക്ഷാവിധി ആൾക്കാരെ വായും പൊളിച്ച് വരുമ്പോൾ ഓർത്തേക്കണം, മിക്കവാറും ഇത് എൻ്റെ ശിക്ഷയ്ക്ക് അവസാനിക്കുമെന്ന്. അങ്ങനെ മനസ്സ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. കാര്യം ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആളയാൾ. അയാൾക്ക് 8 കിലോമീറ്റർ 8 മൈൽ നടക്കണം അങ്ങേരുടെ ഫാക്ടറി ജോലി ചെയ്യണം. അപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കൊണ്ട് പുള്ളി ഓടാതെ എത്തത്തില്ല അവിടെ വരെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാന കൂടുന്നത്. പിന്നെ കുർബാനയുടെ സമയമാകുമ്പോൾ പുള്ളി പോണ സമയത്ത് പോയ വഴി പള്ളിയുണ്ട്, പക്ഷേ പള്ളി അടച്ചു പോകും. പുള്ളിക്ക് സങ്കടമാണ് കർത്താവിനെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഉടനെ അടക്കണ പള്ളിന് ഓട്ടത്തിൽ ഈ പാത്രവും കയറ്റി പിടിച്ചുകൊണ്ട് 2 മുട്ടും ധ്യാനവാതിലെ. എന്നിട്ട് പറയും, കർത്താവ് മാട്ടിൻ വന്നു കേട്ടാ, മാട്ടിന് സമയമില്ലെന്ന് എനിക്കറിയാമില്ല, മാട്ടിൻ പോകണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കണത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ആ മനുഷ്യൻ വിശുദ്ധ മാട്ടിനായി. അപ്പം ദിവ്യകുർബാന ചുമ്മാ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്ന് അടച്ചിട്ട പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ. ആ സ്ഥലത്താണ് നീ ദിവസവും പോയി കുർബാന സ്വീകരിച്ച്. ഉടമ്പടിയിലെ മെയിൻ സംഭവം കുർബാന സ്വീകരണം തന്നെയാണ്, ഒരു കാര്യം. പക്ഷെ എപ്പോഴും ഓർത്തേക്കണം, അത് പറഞ്ഞ് നമുക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത്. അതെപ്പോഴും ഓർത്തേക്കണം. അർഹത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.